കുത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു രഹസ്യമൊഴി നൽകാൻ കോറഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിലെത്തി. ആംബുലൻസിലാണ് കലാരാജു എത്തിയത്. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഈ സംഭവത്തിലെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? പ്രജീഷ്, കലാരാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് കോലഞ്ചേരി മജിസ്ട്രേറ്റ് ആരംഭിച്ചു. മജിസ്ട്രേറ്റിന്റെ ചേംബറിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. നേരത്തെ കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിലാണ് കലാരാജു മക്കൾക്കൊപ്പം കോലഞ്ചേരിയിലെ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയത്. ഇന്നലെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. പക്ഷേ ആരോഗ്യപരമായ കാരണങ്ങളാൽ അവർ എത്താൻ കഴിയില്ല എന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതിൽ പോലീസിനടക്കം വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം കലാരാജുവിന്റെ രഹസ്യമൊഴിയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കലാരാജുവിന്റെ മകൻ ബാലു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ കലാരാജു എന്ത് പറയുന്നു എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് തന്നെ തട്ടിക്കൊണ്ടുപോയി ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചു എന്നതാണ് അവരുടെ പരാതിയായിട്ടുള്ളത്. അതിന്റെ വസ്തുതകൾ പറയേണ്ടത് കലാരാജുവാണ്. ആരൊക്കെ ചേർന്നാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത്, ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് ഭീഷണി ഉണ്ടായത്, ആ നേതാക്കളുടെ അടക്കം പേരുകൾ പറയേണ്ടത് കലാരാജുവാണ്. ഈ രഹസ്യമൊഴിയിൽ വരുന്ന പേരുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഈ രഹസ്യമൊഴിയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നൽകാൻ വൈകുന്നത് പോലീസിൽ വലിയ ആശങ്കയുണ്ടാക്കുകയും അവർ കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. എന്തായാലും ഈ രഹസ്യമൊഴി കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും CPM കലാരാജുവിന്റെ വ്യക്തിപരമായി വിമർശനങ്ങൾക്ക് CPM ജില്ലാ സെക്രട്ടറി CN മോഹൻ അടക്കമുള്ളവർ തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് ഇപ്പോഴും കലാരാജു പാർട്ടി അംഗമാണ്. നിയമപരമായ ഒരു ഫോറത്തിലേക്ക് കൂടി ഈ മൊഴികൾ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തിയുണ്ട്. അതുകൊണ്ട് അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ സംബന്ധിച്ച് എന്താണ് ഇനി മനസ്സിലാക്കേണ്ടത്? കലാരാജുവിന്റെ രഹസ്യമൊഴിയുടെ പകർപ്പ് കിട്ടിയ ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്ക് പോവുക. അപ്പോൾ ആ രഹസ്യമൊഴിയുടെ പകർപ്പിൽ ആരെയൊക്കെ കുറിച്ച് പരാമർശങ്ങളുണ്ട്, എന്തൊക്കെയാണ് നടന്ന സംഭവങ്ങൾ, അവർ വിശദീകരിക്കുന്നത് എങ്ങനെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ഈ കേസിൽ ചേർക്കേണ്ടതുണ്ടെങ്കിൽ ചേർക്കും, കൂടുതൽ പ്രതികൾ വരേണ്ടതുണ്ടെങ്കിൽ വരും. അങ്ങനെയാണ് ഈ രഹസ്യമൊഴിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോലീസ് പോകുക. ഇതിനിടയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, കൂത്താട്ടുകുളത്ത് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും പോലീസുകാരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തു ആരോപിച്ചുകൊണ്ട് ഒരു മൊഴി പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് തന്നെ വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ള കോൺഗ്രസ് UDF നേതാക്കൾക്കെതിരെ പുതിയൊരു കേസ് കൂടി, അതായത് അവരെ കൂടി പ്രതിയേർത്തുകൊണ്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിൽ CPM ഏരിയ സെക്രട്ടറിയും നഗരസഭാ ചെയർപേഴ്സണും അടക്കമുള്ള പ്രതികൾ, ഏതാണ്ട് 10-45ഓളം പ്രതികളാണ് കേസിൽ FIR-ലുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൂടി ജാമ്യമില്ലാ കേസ് വരികയാണ്. സ്വാഭാവികമായും ഇതിന്റെ അറസ്റ്റ് അടക്കമുള്ള ആവശ്യങ്ങളിലേക്ക് UDF ഒരു വലിയ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ UDF നേതാക്കളുടെ അറസ്റ്റിലേക്കും കൂടി കാര്യങ്ങൾ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. എന്തായാലും ഏകപക്ഷീയമായ ഒരു അറസ്റ്റിലേക്ക് എന്തായാലും പോലീസ് പോകില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അവർ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ തെരച്ചിൽ നടത്തുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പ്രതികളായിട്ടുള്ളവർ ഒളിവിൽ പോയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. കലാരാജു മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യമൊഴി നൽകാൻ എത്തിയിരിക്കുകയാണ്.